എന്താ സഫാകം മൂഡ് ഓഫ് ആയിരിക്കണേ? ഓ ഒന്നും പറയണ്ട, ആകെ പെട്ട അവസ്ഥയിലാ. എന്ത് പറ്റി? 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ പോലെ +1 തൊട്ട് സയൻസ് എടുത്ത് ഇപ്പം ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സൈന്, കോസ്, ടാന്, ട്രിഗണോമെട്രി ഒരു തേങ്ങ മനസ്സിലാവണില്ല. ഇത്ര ഉള്ളോ നിന്റെ പ്രശ്നം? ഓ നിനക്കത് പറയാം, നീ കഴിഞ്ഞ ബാച്ചിലെ A+ കാര്യല്ലേ ബുജ്ജി. എടാ ബുജ്ജിയായിട്ടൊന്നല്ല, ഞാനും ഈ ആർട്സിനും സ്പോർട്സിനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിനക്ക് ഇഗ്നൈറ്റിനെ പറ്റിയിട്ട് അറിയോ? ഇഗ്നൈറ്റോ? ഒറ്റപ്പാലം ഇഗ്നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് വന്നെടുക്കുന്ന സ്ഥാപനമാണ്. മാത്രമല്ല അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്കുണ്ട്. പകുതിയിലേറെ കുട്ടികൾക്ക് A+ ആണ്. ബാക്കി ഞാൻ പറയാം. ഓരോ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക്, റിപ്പീറ്റഡ് റിവിഷൻ, എക്സാം സീരീസ്, ഇതൊന്നും പോരാണ്ട് മാർക്കിൽ പുറകിൽ നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് വൈവ വോയിസും നൈറ്റ് ക്ലാസ്സും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവിടെ പഠിച്ചത്. നിന്റെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്തായാലും നിനക്ക് അവിടെ നിന്ന് കിട്ടും. നിലവിൽ ഒറ്റപ്പാലത്ത് കോച്ചിങ് സെൻറ്റർ മേഖലയിൽ ഏറ്റവും മികച്ച റിസൾട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇഗ്നൈറ്റ് ആണ്. കഴിഞ്ഞ വർഷത്തൊക്കെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ 3-ൽ ഒരാൾക്ക് A+ ഉണ്ടായിരുന്നു. ഏറ്റവും കുറവ് പെർസെൻറ്റേജ് മാർക്ക് വന്നിട്ടുള്ള കുട്ടിക്ക് 79% മാർക്ക്. അതിന് കാരണം നമ്മളിവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്, ഫാക്കൽറ്റീസിൻ്റെ ടീം തന്നെയാണ്. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്ലാസ് എടുക്കാൻ കഴിവുള്ള ടീച്ചേഴ്സിനെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതലും ഫാക്കൽറ്റീസ് വരുന്നത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ഏരിയ എന്നൊക്കെയാണ്. അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കുട്ടികളോട് നമ്മൾ പറയാറുള്ളത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലാസ്സുകൾ ആദ്യം വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. എല്ലാ ടീച്ചേഴ്സിൻ്റെയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ആ ക്ലാസ്സുകൾ കൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന മക്കൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടും അത്രയും സിസ്റ്റമാറ്റിക്കും ആയിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് എക്സാം ഉണ്ട്. എക്സാമിൽ നമ്മളൊരു നിശ്ചിത മാർക്ക് കുട്ടികൾക്ക് കട്ട് ഓഫ് നിശ്ചയിക്കാറുണ്ട്. കട്ട് ഓഫിന് ചോട്ടിലാണ് കുട്ടികളുടെ മാർക്ക് വരുന്നത് എങ്കിൽ നമ്മളിവിടെ ഇരുത്തി വായിപ്പിച്ച് പഠിപ്പിച്ച് പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് വിടാറുള്ളത്. വൈവ വോയിസ് എന്നാണ് നമ്മൾ ആ സീരീസിന് പേരിട്ടിട്ടുള്ളത്. എനിവേ, ബോർഡ് എക്സാമിൽ നല്ലൊരു മാർക്ക് ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ ഇഗ്നൈറ്റ് നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും.